ഹലോ ഹലോ ആരാണ്? അമീർ നമ്പറാണോ? ഇപ്പൊ ഉറങ്ങാണ്. യൂട്യൂബിലൊരിത് കണ്ടു. ഒരു ബാങ്ക് കൊടുത്താൽ നീക്കും. അപ്പൊ ഞാൻ പറയണ്ടേ എവിടുന്നാണ്? എവിടുത്തെ ഇവിടുത്തെ സലഫി പള്ളിയൊക്കെ പോലെ? അതെ. അല്ല, ഇവിടെ ഒരു വിദ്യത്തിന്റെ പള്ളിയുണ്ട്. ഇവിടെ അടുത്തായിട്ട് ഒരു വിദ്യം എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. അതിന്റെ അതിലാണല്ലേ? ഓക്കെ ശരി. ഞാൻ ആരാണ്? എവിടുന്നാണ്? അല്ല, ഗ്രൂപ്പ് ബന്ധപ്പെട്ടാണ്, ആളറിയാനേ. ഓക്കെ ഞാൻ പറയണ്ട്. ഹലോ 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 അതിലാളെ വിളിച്ചിരുന്നു പറഞ്ഞു. അതെ, വിളിച്ചോ. നിങ്ങളെ യൂട്യൂബിൽ കണ്ടപ്പോ വിളിച്ചു നോക്കിയാ. ആരാണ്? നിങ്ങളൊരു ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇങ്ങനെ പേര് മുഹമ്മദ് ഷാഫി. എവിടുന്നാ? ഞാന് ചേളാരി. ഓക്കെ. അപ്പൊ സംസാരങ്ങളും അങ്ങനെ കേട്ടപ്പോഴേ വിളിച്ചു നോക്കിയാ. ഓക്കെ. അപ്പൊ നിങ്ങള് വിശുദ്ധം പള്ളിയിലാ പോണ ആള് എന്ന് പറഞ്ഞു. എങ്ങനെ? നിങ്ങള് വിശുദ്ധം പള്ളിയിൽ പോണ ആളാണ് എന്ന് പറഞ്ഞു നിങ്ങളെ മകള്. അല്ല, ഞാൻ തൗഹീദുള്ള പള്ളിക്ക് എല്ലായിടത്തും പോകണ്ടേ. അല്ല, വിശുദ്ധമാണെന്ന് പ്രത്യേകം പറഞ്ഞു, എടുത്തു പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് വിശ്വത്തിന്റെ പള്ളിയാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതെ. അപ്പൊ സോക്കണം എന്താന്നുള്ള രോഗം പെട്ടെന്ന് മനസ്സിലാവും ആർക്കേ. എന്താണ് രോഗം? എന്താണ് വിശ്വപള്ളി പോണ രോഗം? അതെ. അപ്പൊ ഈ കാസിമിനെ കുറിച്ച് ശക്തമായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോ അപ്പൊ അതിന്റെ രോഗം എന്താണെന്നുള്ളത് വേഗം പെട്ടെന്ന് എന്താവും ആർക്കും. എനിക്ക് മനസ്സിലായില്ല, എന്താണ് രോഗം? മനസ്സിലാവില്ലല്ലോ. എന്താണ് മനസ്സിലായി? പറഞ്ഞതി. അല്ല, അപ്പൊ കാസിമിന്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും കേൾക്കണം. അതുകൊണ്ടുള്ള നിങ്ങള് അവിടെ ഒരു കട്ടിങ് മാത്രങ്ങൾ ഉണ്ടാക്കിയതാക്കരുത്. നിങ്ങള് ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കേൾക്കുമ്പോഴാണ് അതിലുള്ള അയാളെ പൊട്ടത്തരങ്ങൾ ഞാൻ കട്ട് ചെയ്യല്. അതെ. അപ്പൊ അതിന്റെ കാര്യങ്ങള് ബേജാറുണ്ട്. മൂപ്പര് ലാസ്റ്റ് പറഞ്ഞിടത്ത് വിശദീകരണം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ മറുപടി അടുത്ത അതെ, ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധമായതുകൊണ്ട് ഉണ്ടാവും. ഞാൻ നല്ല ഉഷാറായി ഒരു കാര്യം നല്ല തൗഹീദായതുകൊണ്ടേ, ഞാൻ പറഞ്ഞത് കേക്കി. മുറിഞ്ഞ തൗഹീദായതുകൊണ്ട് ഞാൻ പറയണത് കേക്ക്. സഹോദരൻ പറഞ്ഞ കേൾക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയായിട്ടും ബന്ധമുള്ള ഒരാളല്ല. അതെ. അതുകൊണ്ടാണ് മകള് പൂർണ്ണമായും ഇങ്ങനെ ഞാൻ ഇപ്പൊ വിശുദ്ധ പള്ളിയേക്കാണ് പോകലെന്ന് പറഞ്ഞത്. ഏത് പള്ളിയേക്കാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ വിട്ടുതരാം. നീ ആണെങ്കിൽ എന്താണ് കുഴപ്പം? ആയിക്കോട്ടെ, ആണെങ്കിൽ എന്തായാലും കുഴപ്പം എന്താണ്? മനസ്സിലാക്കാനാണ്. കാരണം പറഞ്ഞത് ശരിയാണോ അല്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അയാൾക്ക് പിരാന്താവർ സുന്നിയാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കല്. ഞാൻ പറഞ്ഞു മാത്രം അയാൾക്ക് തലക്ക് സുഖമില്ല, ചികിത്സിക്കേണ്ട സമയമായിക്കോളും. ഇവിടുത്തെ APEK വിഭാഗം വണ്ടിയന്മാർ മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓളൊക്കെ വിഷ്ടംപള്ളി പോണ ആൾക്കാരെ അല്ല, വിശുദ്ധപള്ളി പോയ അസുഖം നിങ്ങൾക്കാണ് അസുഖം. എന്തെങ്കിലും ഇരിക്കല്ലേ, നിങ്ങൾ ചോദിക്കണേ ഇരിക്കല്ലേ. ഞാൻ വിഷ്ടംപള്ളിയിൽ പറഞ്ഞല്ലോ. ഇതാണ് പറഞ്ഞത്. നിങ്ങൾ തനി എന്താണ് പ്രശ്നം? നിങ്ങൾ റഹ്മത്തുള്ളാഹി കുറച്ച് അനുയായികളാകുന്നത് നിങ്ങൾ മുന്നിൽ നടന്നോളൂ. പക്ഷെ എന്റെ വിഷയം എന്താ വെച്ചാൽ ജമാഅത്ത് സലഫിസത്തിന്റെ ആളുകളാകുമ്പോ ഉൾക്കൊള്ളാൻ കഴിയൂല. സിംസാറിലാക്ക് ജമാൽ സലഫിയ, പേരോട് ജമാഅത്ത് സലഫിയ, പിന്നെ ഹാരിസ് മദീന് ജമാഅത്ത് സലഫിയ. ഇവർക്ക് അയാളെ എനിക്ക് നിങ്ങളെ സുന്നി സമസ്തന്റെ പണ്ഡിതന്മാർ വിളിച്ച കോൾ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ഇയാളത്തെ ഈ റഹ്മത്തുള്ളാഹി ഖാസിമി അല്ലാത്തലൊക്കെ പറഞ്ഞ അത് വിരാന്താണ്. റഹ്മത്തുള്ളാഹി ഖാസിമി കാരണം ചങ്ങലക്കേണ്ട സമയം കഴിഞ്ഞിട്ട് കുറച്ചേര്. ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അയാൾ ചികിത്സിക്കാൻ 1000 റുപ്യന്റെ വക, ഞാൻ ഒന്നും കൂടി കൂട്ടി പോരാ 10,000 റുപ്യന്റെ വക. അയാൾ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന്റെ വക 10,000 റുപ്യ ഞാൻ കൊടുക്കും. യഥാർത്ഥമായ ഒരു ദമ്മാജി ആണെന്നുള്ളത് ഇതിൽ നിന്നും എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ റഹ്മത്തുള്ളാഹി ഖാസിമിനെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് ചികിത്സിക്കാൻ 10,000 റുപ്യന്റെ വക. ഓക്കെ, നിങ്ങളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് ഒരു 1,00,000 റുപ്യ